കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ലീഗ് നേതാക്കളെ വെല്ലുവിളിച്ച പി.സി. ജോർജ്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ലീഗ് നേതാക്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. പരസ്യമായി ഫേസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ തന്റെ ഇടമുണ്ടോ എന്നാണ് പി.സി. ജോർജ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇക്കഴിഞ്ഞ 2 വർഷ കാലയളവിൽ കള്ളക്കേസിൽപ്പെടുത്തി ചില സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനായി 3 തവണ തന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പി.സി. ജോർജ്. ഓരോ അറസ്റ്റ് നടന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ അറസ്റ്റിനു വേണ്ടി മുറവിളി കൂട്ടാനും ചാനലുകളിൽ അന്ത്യചർച്ച നടത്തി എന്നെ തീർത്ത് കളയാനും ഇടതു വലത് രാഷ്ട്രീയക്കാരും കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പി.സി. ജോർജിന്റെ പ്രതികരണം. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. ഇക്കഴിഞ്ഞ 2 വർഷ കാലയളവിൽ കള്ളക്കേസിൽപ്പെടുത്തിയും ചില സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനുമായി എന്നെ 3 തവണ അറസ്റ്റ് ചെയ്തു. ഓരോ അറസ്റ്റ് നടന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ അറസ്റ്റിനു വേണ്ടി മുറവിളി കൂട്ടാനും അന്ത്യചർച്ച നടത്തി എന്നെ തീർത്ത് കളയാനും ഇടതു വലത് രാഷ്ട്രീയക്കാരും കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും ഉണ്ടായിരുന്നു. കലറങ്ങാട്ട് പിതാവിനെതിരെ കൊലവിളി നടത്താനും ഇവരെല്ലാം മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPI ദേശീയ നേതാവിനെ കള്ളപ്പണക്കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആരെയും മഷിയിട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. ജിഹാദിന് വേണ്ടി നിലകൊള്ളുന്നത് എന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തതിനെ സ്വാഗതം ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയക്കാർക്കും മടി. വഖഫ് ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയവർ, മലയാളി പെൺകുട്ടി ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മടിച്ചവർ, ഹമാസിനെ വെള്ളപൂശുന്നവർ, ഇവരിൽ നിന്നൊക്കെ ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നറിയാം. എന്നാലും കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കേരള കോൺഗ്രസ് ലീഗ് നേതാക്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് പരസ്യമായി ഫേസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ തന്റെ ഇടമുണ്ടോ? ഞാൻ പരസ്യമായി SDPI കൊടി പിടിക്കുകയും അവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയപ്പോൾ തന്റെ ഇടത്തോടെ പരസ്യമായി അവരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എത്ര രാഷ്ട്രീയക്കാർ ആ തന്റെ ഇടം കാണിക്കുമെന്നറിയാൻ ആഗ്രഹമുണ്ട്. ശരിക്കും പി.സി. ജോർജ് ആഞ്ഞടിച്ചിരിക്കുകയാണ്. കേരളത്തിലുള്ള സകല രാഷ്ട്രീയക്കാരും വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ദേശവിരുദ്ധ പ്രവർത്തനം, രാജ്യവിരുദ്ധ പ്രവർത്തനം, രാജ്യദ്രോഹം, രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കൽ, ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഒരു വാക്കുകൊണ്ട് ഒരു നാവ് പിഴ വന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇത്രമാത്രം ക്രൂശിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു പ്രവർത്തനം ഒരു പൗരനോട് കാണിക്കുകയും ബാക്കിയുള്ള ചിലർക്കൊക്കെ വളരെ സൗകര്യത്തോടെ ഇവിടെ കഴിയാൻ സാധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഇരട്ടത്താപ്പാണ്. രാഷ്ട്രീയക്കാർ ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു രാജ്യമായി, ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലായിരിക്കും ഇത്രത്തോളം സപ്പോർട്ട് ഇങ്ങനെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും എന്ന വിലയിരുത്തലുകളും പൊതുസമൂഹത്തിലുണ്ട്. എന്തായാലും പി.സി. ജോർജ് തന്റെ പ്രസ്താവനയിലൂടെ ഒരിക്കൽ താൻ കയ്യിലേന്തിയ കൊടി ഒരിക്കലും ശരിയാകില്ല, തന്റെ നയങ്ങൾക്ക് അനുകൂലമല്ല, അല്ലെങ്കിൽ തനിക്ക് അനുകൂലിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ പരസ്യമായി തള്ളി പറഞ്ഞതുപോലെ ആർക്കെങ്കിലും അതിനുള്ള ചങ്കൂറ്റമുണ്ടോ എന്നാണ് പി.സി. ജോർജ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ആർക്കും അതിനുള്ള ചങ്കൂറ്റമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപേ ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മുടെയെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വന്നേനെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.